മതനിന്ദ ആരോപിച്ച് ക്രൈസ്തവ കുടുംബത്തെ നൂറുകണക്കിന് ഇസ്ലാം മതസ്ഥർ ക്രൂരമായി ആക്രമിച്ചു. ഖുർആന്റെ പേജുകൾ കത്തിച്ചുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു ആക്രമണം. നൂറുകണക്കിന് ഇസ്ലാം മതസ്ഥരടങ്ങിയ ജനക്കൂട്ടം ഇരച്ചുകയറി ക്രൈസ്തവ കുടുംബത്തിന്റെ ഫാക്ടറിക്കും താമസസ്ഥലത്തിനും തീയിടുകയായിരുന്നു. പാകിസ്ഥാനിൽ പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദ പട്ടണത്തിലെ ചെരുപ്പ് വ്യാപാരിയും ഫാക്ടറി ഉടമയുമായ നസീർ ഗിൽ മസിഹ് എന്ന ക്രൈസ്തവ വിശ്വാസിയും കുടുംബവുമാണ് വ്യാജ ആരോപണത്തെ തുടർന്ന് മർദ്ദനത്തിന് ഇരയായത്. ഗുരുതരമായ പരിക്കുകളേറ്റ നസീർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. രക്ഷപ്പെടുത്താൻ പോലീസ് എത്തുന്നതിന് മുൻപ് മസിഹിന് ക്രൂരമായ മർദ്ദനമേറ്റു. കുടുംബാംഗങ്ങളായ ചിലർ ഓടി രക്ഷപ്പെട്ടതിനാൽ മർദ്ദനത്തിൽ നിന്ന് ഒഴിവായി. ആക്രമണത്തിന്റെയും മോഷണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ACN ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ക്രൈസ്തവ സമൂഹത്തിനെതിരായ ആക്രമണത്തെ ACN ശക്തമായി അപലപിച്ചു. ദുരന്തബാധിത കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്നും സംഘടനയുടെ അന്താരാഷ്ട്ര പ്രസ് മേധാവി മരിയ ലൊസാനോ ACI പ്രിൻസയ്ക്ക് സന്ദേശത്തിൽ അറിയിച്ചു. കുടുംബത്തിന് സഹായം ഉറപ്പുവരുത്തുമെന്നും സംഘടന വ്യക്തമാക്കി. വിഷയത്തിൽ കർശനമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘം പോലീസുമായി ചർച്ച നടത്തി. പാകിസ്ഥാൻ ജനസംഖ്യയുടെ 96% മുസ്ലിങ്ങളാണ്. ജനസംഖ്യയുടെ 1.3% വരുന്ന ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ മതമൌലികവാദികൾ നിരന്തരം ശ്രമിക്കുകയാണ്. രാജ്യത്ത് ഇവർ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങളോട് വ്യക്തിവൈരാഗ്യം തീർക്കാൻ കുപ്രസിദ്ധമായ മതനിന്ദ നിയമം ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിൽ പതിവ് സംഭവമാണ്. ഇതിനെതിരെ ആഗോളതലത്തിൽ ഉയരുന്ന പ്രതിഷേധമാണ് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം.